ഇന്ന് ഉച്ച തൊട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ട് വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഓർത്താണ് രാത്രിക്ക് കിടന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും എൻ്റെ കോലം കണ്ട് ഞാൻ തന്നെ കരുതി രാവിലത്തെ വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. അതേപോലത്തെ കോലമാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു 11:30 ആയിട്ടുണ്ട്. രാവിലത്തെ എൻ്റെ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം എല്ലാവരും കഴിച്ചു. അതിന് ശേഷം ദേ അനിയൻ പതിയെ നമ്മുടെ മുറ്റത്തെ പൂജാമുറി എല്ലാം ഇങ്ങനെ വിളക്കൊക്കെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുവാണ്. നമ്മുടെ ഇത് ഇങ്ങനെ മുടങ്ങി കിടന്നിട്ട് തന്നെ ഏകദേശം 1 വർഷത്തോളമായി കേട്ടോ. കാരണം ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ മോള് ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പേലയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്ന് റെഡിയാക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുവാണ്. അങ്ങനെ ഇന്നൊരു നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുടംപുളിയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുറ്റത്തിൻ്റെ പരുവൊക്കെ ഏകദേശം ഇതാണ് കേട്ടോ. നല്ലപോലെ അങ്ങ് വലിഞ്ഞുണങ്ങിയില്ല, ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കഴുകാനുള്ള തുണിയെല്ലാം ഈ തിണ്ണയുടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അകത്താണെങ്കിൽ ചേട്ടനും പിള്ളേരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്പാടി കാത്തു കാണുവാണ്. കുഞ്ഞിക്കുട്ടൻ വണ്ടി ഓടിക്കുന്നു, ചേട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച് അതിന് ശേഷം അമ്മയാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ കുറേ ചേച്ചിമാർ കഴിഞ്ഞ ദിവസം വഴി വെച്ച് കണ്ടപ്പോൾ അമ്മേനെ കാണാറില്ല എന്ന് പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം പുറത്തോട്ട് പോകാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കോലം. ഈ ഒരു കോലത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ് കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കാഞ്ഞ്. പിന്നെ ഞാൻ നേരെ അകത്തേട്ട് വന്നു. പിന്നെ നമ്മുടെ ബർത്ത്ഡേ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ്റെ ബലൂണും കാര്യങ്ങളൊന്നും അങ്ങ് കളഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് അതൊന്നും അങ്ങനെ പറിച്ച് കളയാറില്ല. അതൊക്കെ ബലൂണൊക്കെ അവിടെ തന്നെ കിടന്ന് ചുങ്ങിപ്പൊട്ടിപ്പോവും. പിന്നെ തോരണയൊക്കെ അങ്ങനെ അങ്ങ് കിടക്കും കേട്ടോ. പിന്നെ രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഞാനിവിടെ മൂടിപ്പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് മാത്രം എടുത്ത് മേശപ്പുറത്ത് വെക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിന്ന് ഉണ്ടാക്കിയത് ഇടിയപ്പമാണ്. ഇടിയപ്പം എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. ഇടിയപ്പത്തിന് കറിയായിട്ട് ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മസാലയൊക്കെ ഇട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ രാവിലെ ഞാനാണെങ്കിൽ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കിളിമീനും പിന്നെ കുറച്ച് അയിലയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്ക് രാവിലെ മേടിച്ച കിളിമീനൊക്കെ അങ്ങ് കറി വെച്ചിട്ട് നല്ല കുറുകിയ ചാറും മീനുമാണ്. അതൊക്കെ കറിയാക്കി വെച്ചു. പിന്നെ ഇന്നലെ വൈകുന്നേരം ഇവിടെ കപ്പ പുഴുങ്ങിയായിരുന്നു കേട്ടോ. കണ്ടിച്ച് പുഴുങ്ങുകയതേ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നപ്പോൾ ഞാനിങ്ങനെ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിങ്ങനെ കുനാന്ന് അരിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ തൂകി മറ്റേ കറിവേപ്പിലയൊക്കെ ഇട്ട് അങ്ങനെ ചിക്കി എടുത്ത് കേട്ടോ. പിന്നെ ആണെങ്കിൽ കുഞ്ഞൻ അയില കിട്ടിയത് ഞാൻ മൊത്തം വറുത്ത് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ചോറും കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് മേശപ്പുറത്ത് കൊണ്ട് വെക്കാം കേട്ടോ. പിന്നെ ചേട്ടനും അനിയനും ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ കഴുകി ഇവിടെ കൊണ്ട് കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഒരുങ്ങാൻ വേണ്ടി വന്നിരുന്നപ്പോൾ അമ്പാടി ഓടി വന്ന് കാണിക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. ഞാനാണെങ്കിൽ എൻ്റെ മുഖത്ത് പൗഡറൊക്കെ ഇടുന്നത് ഇതേപോലെ ബുക്കിലൊക്കെ പൗഡർ കുടഞ്ഞിട്ടിട്ട് തുണി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മുഖമൊക്കെ ഇങ്ങനെ മുഖത്തും കൺമഷിയിലൊക്കെ ഇങ്ങനെ തൂക്കാറാണ് കേട്ടോ പതിവ്. അപ്പം ഞാൻ കുറച്ചധികം പൗഡർ കുടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്പാടി കണ്ടപ്പോഴത്തേക്കും വന്നത് അവൻ്റെ മുഖത്തും കാലയിലും കയ്യിലും ഒക്കെ വാരി വെച്ചിട്ടുണ്ട്. കുറേ വണ്ടിയിലൊക്കെ തൂകിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ എൻ്റെ സിന്ദൂരപ്പെട്ടിയും ഐലൈനറും അതെല്ലാം തുറക്കാൻ ശ്രമിക്കുവാണ്. അവനിങ്ങനെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും എല്ലായിടത്തും ഇങ്ങനെ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട് ഒന്നും തുറക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലായിടത്തും എറിയും കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഓരോ മുക്കിൽ നിന്ന് മൂലയിൽ നിന്നൊക്കെയാണ് പെറുക്കിക്കൊണ്ട് വന്നത്. ചില സമയത്ത് വഴക്ക് പറയും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ. അങ്ങനെ ആ പൗഡർ മുഴുവൻ അവൻ്റെ മേത്തും കാലയിലും കയ്യിലൊക്കെ ഇട്ട് അത് മുഴുവൻ കളഞ്ഞു. അങ്ങനെ കുഞ്ഞിക്കുട്ടനെ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോഴത്തേക്കും കേട്ടോ ഞാൻ ചോറ് കഴിക്കുന്നത്. ചോറാണ് കേട്ടോ കഴിക്കുന്നത്. ചോറൊക്കെ റെഡി ആയായിരുന്നു. അപ്പോൾ ഇടിയപ്പം ഒന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇതിനോട്. അതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നേരത്തെ മുതൽ ഇങ്ങനെ തറയിലിരുന്ന് ഇങ്ങനെ ശമ്പളപ്പടിയിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ച് ശീലിച്ചുകൊണ്ട് മേശപ്പുറത്തിരുന്ന് കഴിച്ചിട്ട് എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് പുറത്തേട്ട് പോകണോ അതോ റൂമിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം കുഞ്ഞിലേ തൊട്ടേ നമ്മളിങ്ങനെ നിലത്തിരുന്ന് കഴിച്ച് ശീലിച്ചത് കൊണ്ടൊരു ബുദ്ധിമുട്ട്. ഞാനാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് കേട്ടോ. അവിടെ നിന്ന് കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് വന്ന് നേരെ തിണ്ണയിലിരുന്ന് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ അനിയൻ പുറത്ത് പതിയൊക്കെ റെഡിയാക്കുകയും മിറ്റം റെഡിയാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും നല്ല വെട്ടവും വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടും. പ്രകൃതിയുടെ കാറ്റൊക്കെ കിട്ടും കേട്ടോ.
പിന്നെ ഇടയ്ക്ക് സമയം നോക്കുവാണ് 3:30 എങ്ങാണ്ടായെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തറയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴും എനിക്കൊരു തൃപ്തിക്കുറവ് കേട്ടോ. കാരണം എനിക്കിങ്ങനെ സ്റ്റെപ്പയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ തിണ്ണയ്ക്ക് ടൈലൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ. അന്ന് തൊട്ട് ഞാൻ അധികവും അകത്തിരിക്കാറില്ല, ഇവിടെ തന്നെ വന്നിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. രാത്രിക്കല്ല, ഇതേപോലെ ഉച്ചയ്ക്കോ രാവിലെയൊക്കെ തിണ്ണയിൽ വന്നിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ സ്റ്റെപ്പയിലോട്ട് ഇറങ്ങിയിരിക്കും കേട്ടോ. കുറേ നേരം ഇങ്ങനെ ശമ്പറം മടിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പിടുത്തം കിട്ടുന്ന രീതിക്ക് സ്റ്റെപ്പയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു എന്തോ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു എങ്കിൽ സ്റ്റെപ്പിലോട്ട് ഇറങ്ങിയിരിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റെപ്പിലോട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അപ്പുറത്ത് നോക്കി വർത്താനം പറയണത് അമ്മ അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. അമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അമ്മ അവിടെ നിന്ന് തലയൊക്കെ ഇങ്ങനെ തോർത്തുവാണ്. അപ്പോൾ അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആൾ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾ ആ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ അങ്ങ് കയറി വരുവേ. കാരണം നല്ലതുപോലെ മറവി സംഭവിച്ചുകൊണ്ട് എങ്ങനെയാണല്ലോ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, നമുക്കും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പറയുന്നൊരു കാര്യം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് സംസാരിക്കുകയോ സീരിയസ് കാര്യം പറയുകയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആളങ്ങ് മറന്നു പോകും, വീണ്ടും ചോദിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരുന്നു. ഇതേപോലെ സ്റ്റെപ്പിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഒരു ഹാപ്പിയാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് വഴിയിലൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് ഇടാത്ത എന്നാ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല. പോരാത്തതിന് നല്ല ചുമയാണ്. എനിക്കൊരു 2 ആഴ്ചയായി എനിക്ക് ചുമ തുടങ്ങിയിട്ട്. പനി ചെറുതായിട്ടൊന്ന് വന്ന് ഞാൻ മരുന്നൊക്കെ കഴിച്ച് മാറിയായിരുന്നു, പക്ഷേ ചുമ അങ്ങ് മാറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഫാനൊക്കെ ഇട്ടാണ് റൂമിൽ ഇരിക്കുന്നത്. ഭയങ്കര കൊതുക് ശല്യമാണ്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വാ തുറക്കുമ്പോഴേ ചുമ അങ്ങ് വരും. പിന്നെ അങ്ങ് നിർത്താണ്ട് ചുമയാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റോളം ചുമയ്ക്കും. കുറേ നേരം ചുമച്ച് കഴിയുമ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യും. ഒരുപാട് 2-3 വട്ടം ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്കാണെങ്കിൽ അങ്ങ് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനത്തെ അമ്മ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ കയറി വന്നത് കണ്ടോ. ഞാനാണെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. കാരണം ആൾ മറന്നുപോയി. ഞാൻ അന്നേരം പറഞ്ഞ കാര്യം ആൾ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ നീ എന്നാ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടോ. അമ്മ രാവിലെ ഉച്ചയ്ക്കും ഇടിയപ്പം തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ഇതേപോലെ ഇടിയപ്പം ഇഡ്ഡലിയൊക്കെ കൂടുതലുണ്ടാക്കി വെക്കും കേട്ടോ. അന്നേരം ഇവിടെ എല്ലാവരും അതൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കത്തില്ല, അവരത് തന്നെയാണ് കേട്ടോ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ ഇടിയപ്പം കഴിച്ചില്ലേ, ചോറാണോ കഴിക്കുന്നതെന്നൊക്കെ അമ്മ നിന്ന് ചോദിക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ചോറിനോടാണ് താല്പര്യം. അവർക്കറിയാം എനിക്കങ്ങനെ പലഹാരത്തിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നത് എണ്ണ പലഹാരം അതൊക്കെ എനിക്കിഷ്ടമാണ്. അല്ലാണ്ട് വീട്ടിലുണ്ടാക്കണ പലഹാരത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് അമ്മയ്ക്ക് അറിയാം കേട്ടോ. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആൾ നമ്മൾ നേരത്തെ കാര്യമാണെങ്കിലും ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും പറയണ കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത് മറന്നുപോയി. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുമായിരുന്നു, എനിക്ക് ചോറ് മതി, ചോറിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ അമ്മ അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ ഞാനും നേരെ അകത്തേട്ട് പോയി കേട്ടോ. പാത്രമൊക്കെ ഇനി കഴുകി പെറുക്കിയൊക്കെ വെക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് പാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് പാത്രം അകത്തുണ്ട്. അതും ഇപ്പോൾ കഴിച്ച പാത്രമൊക്കെ ഇനി കഴുകി വെക്കണം. വേറെ ഒരു പണിയില്ല കേട്ടോ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കോടിപ്പെറുക്കിയൊക്കെ നടക്കും. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് നേരം നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ മുറ്റം മുഴുവൻ ചവറായി, പതിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അനിയനാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വരുവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ കുമ്പിട്ട് അടിച്ച് വരാനൊന്നും മേലാട്ടോ. കാരണം നടുവിന് നല്ല വേദനയുണ്ട്. രണ്ടാമത്തെ ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര നടുവേദനയാണ് കേട്ടോ. ഇങ്ങനൊരു നടുവേദന മാത്രമല്ല, ആ ഒരു മുറിവിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഒരു വിങ്ങൽ പോലെയുള്ള വേദന, അതെന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോഴും ഒത്തിരി നേരം നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അമ്പാടി വെളിയിലോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അനിയനാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വാരിട്ട് ഒരുപാട് ചവറുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ അടിച്ച് വാരി കൂട്ടിയാണ് കേട്ടോ വാരിക്കൊണ്ട് കളയുവാണേ അപ്പുറത്തെ പറമ്പിൽ. അങ്ങനെ അമ്പാടിക്ക് ഞാനാണെങ്കിൽ ആ മേളി കയറ്റി ചേർത്ത് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അവനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. തെന്നി വീഴും എന്നുള്ള പേടിയാണ്. കഴിഞ്ഞ ദിവസം ആളൊന്ന് തെന്നി വീണായിരുന്നു ടൈലിൻ്റെ അവിടെ. ടൈലേ തെന്നിയിട്ട് താഴേട്ട് വീണ് കേട്ടോ, ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന്. അതിൽ പിന്നെ ആൾക്ക് പേടിയാണ് കേട്ടോ അവിടെ കയറി നിൽക്കാനായിട്ട്. അപ്പം ഞാൻ ഒരുവിധം പേടിക്കണ്ട, വീഴത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം അവനെ അവിടെ നിർത്തി ചെരുപ്പിട്ട്
ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ആൾ എന്നെ മുറുക്കി പിടിച്ചേക്കുവാണ് കേട്ടോ പേടിച്ചിട്ട്. അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി കേട്ടോ. അധികം പുറത്തോട്ട് ഇറക്കാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വാവ ഉണ്ടായതിന് ശേഷം അമ്പാടിനെ അധികം അങ്ങനെ പുറത്തോട്ട് ഇറക്കാറില്ല, റൂമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ വല്ലപ്പോഴും ഇറക്കുമ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം കയറിയ സമയത്തൊക്കെ കുറേ നേരം വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ വെള്ളം അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര ചെളിയാണ്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം എക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറുകി കിടക്കും ചാറിങ്ങനെ. ഈ എന്താ പറയണത്, ഈ ചതുപ്പ് പോലെയൊക്കെ അതേപോലെയൊക്കെ കിടക്കും കേട്ടോ. നമ്മളിങ്ങനെ ഒരു വിരൽ മുട്ടിയാൽ തന്നെ മുഴുവൻ ചേറാകും. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അധികം ഇറക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ മുറ്റമൊക്കെ നല്ല ഭംഗിയായേ. കഴിഞ്ഞ ദിവസം കുഞ്ഞിക്കുട്ടൻ്റെ അമ്പാടിയുടെയൊക്കെ ബർത്ത്ഡേക്ക് വന്നവർ മാമൻ്റെ വീട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്കും വെള്ളം നീന്തിയാണ് കേട്ടോ വന്നത്. അതുപോലെ വെള്ളമായിരുന്നു കേട്ടോ. അവർ വന്ന അന്ന് നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം കൂടുതലായിരുന്നേ. അതിനൊക്കെ ശേഷം മഴയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഇതേ മിറ്റം ഇതേപോലെയൊക്കെ ആയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിയുടെ അവിടുത്തെ പിന്നെ പരുത്തിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ചവറാണ് ഏറ്റവും കൂടുതൽ. അതാണ് ഇതിന് മാത്രം ചവർ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കണം കേട്ടോ. നമ്മൾ അടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ ചവറൊക്കെ ആകും കേട്ടോ. അങ്ങനെ അമ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണേ. ഓടി ലാസ്റ്റ് അവിടെ അടിച്ചും തല്ലി വീഴും കേട്ടോ. ഒന്നും പറ്റിയില്ല. പാൻറ്റയിലൊക്കെ കുറച്ച് ചെളി പറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരം അതിലേ നടന്നിട്ട് ഞാൻ മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റെപ്പിൽ പോയിരിക്കുവാണ്. ഇത് അമ്പാടി അവിടെ വന്ന് വീണേ. വേറൊന്നും പറ്റിയില്ല, കുറച്ച് ചെളി പറ്റിയുള്ളൂ കേട്ടോ. അങ്ങനെ ചേട്ടനാണെങ്കിൽ കുഞ്ഞിക്കുട്ടിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ആ മൂല ഇരിക്കുവാണ്. പിന്നെ ആണെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വഴി വെച്ച് കാണുമ്പോൾ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും ആരും തന്നെ എനിക്ക് യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊന്നും ഇടാറില്ല കേട്ടോ. വീഡിയോയ്ക്കൊന്നും അപൂർവം ചിലർ മാത്രം കമൻറ്റ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് മിക്കവരും പറയും കമൻറ്റ് ബോക്സ് ഓഫാന്ന് പറയും. എൻ്റെ മാമൻ്റെ മോനും ജസ്റ്റിനും അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടേക്കോ. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തങ്ങ് പോകും. അത് ഓഫാണോ ഓണാന്ന് ഞാൻ നോക്കാറില്ലേ. അതുകൊണ്ടാണ്. അപ്പം ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇടാറുണ്ട്. അപ്പം ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിങ്ങനെ കണ്ടവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. എന്നിട്ട് അവർ ലിങ്ക് ഇട്ട് തരാൻ പറയും. ഒരുപാട് പേരും ഈ തൊഴിലുറപ്പിന് പോണ ചേച്ചിമാരുണ്ട്, അതുപോലെ ജോലിയുള്ള ചേച്ചിമാരുണ്ട്, കടയിൽ നിൽക്കുന്ന ചേച്ചിമാരുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർ. അപ്പം അവർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ എൻ്റെ വീഡിയോയുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് ആയിട്ട് എനിക്ക് എഴുതാറുണ്ട് കേട്ടോ. പിന്നെ വഴി വെച്ച് കാണുമ്പോഴത്തേക്കും ഇതിലെ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരും പിന്നെ അമ്മേനെയൊക്കെ പരിചയമുള്ള ചേച്ചിമാരും ഒക്കെ ആണെങ്കിൽ വഴി വെച്ച് കാണുമ്പം ഓരോ വിശേഷങ്ങളും വീഡിയോയുടെ അഭിപ്രായമൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ വഴി പോകണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊറിയർ മേടിക്കാനും അതേപോലെ ഞാൻ മീൻ മേടിക്കാനൊക്കെയാണ് കേട്ടോ വഴി പോകുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോസിൽ എല്ലാവർക്കും മിക്ക കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ അധികം പച്ചക്കറിയാണ് കഴിക്കുന്നത്, മീനൊന്നും അങ്ങനെ ഇപ്പോൾ കഴിക്കാറില്ല. മീൻ മേടിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ. അവർക്ക് മീൻ എന്ന് വെച്ചാൽ ജീവനാണ്. അവർ മീനില്ലാണ്ട് ഫുഡ് കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് വഴിയിൽ പോയി ഇന്ന് മീൻ മേടിക്കുന്നത്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ ചെളിയും ചേറും ഒക്കെ ആയതുകൊണ്ട് മീൻകാർ ചേച്ചി ഇങ്ങോട്ടേക്ക് വരാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വഴിയിൽ പോയി ഇന്ന് മീൻ മേടിക്കും, കൊറിയർ വാങ്ങാനായിട്ട് പോകും. അങ്ങനെ ഓരോരുത്തർ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ വീഡിയോയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ അനിയൻ അടിച്ചുവാരെല്ലാം കഴിഞ്ഞ് ഞാനും അപ്പുറത്തോട്ടൊന്ന് മാറി തിരിച്ച് വന്നപ്പോഴത്തേക്കും അനിയനെ കണ്ടില്ല കേട്ടോ. എങ്ങോട്ടാണ് പോയെന്ന് ഒരു പിടുത്തമില്ല, വിളിച്ചിട്ട് മിണ്ടിയില്ലേ. പിന്നെ കുറേ ഒച്ചയിൽ വിളിച്ചു കഴിഞ്ഞപ്പം ആൾ വഴിയിൽ നിന്ന് വിളി കേട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വഴിയുടെ അവസ്ഥ കേട്ടോ. ഈ ഒരു വഴിയിൽ കൂടെ എന്തായാലും മീൻകാർ വരത്തില്ല നമ്മുടെ വീട്ടിലേട്ടെ. അതുകൊണ്ടാണ് മീൻകാരും വരത്തില്ല, കൊറിയറും വരത്തില്ല. അവർ വഴി വന്ന് നിന്നിട്ടൊക്കെ വിളിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇതാണ് റോഡ് കാണാൻ പറ്റും നമുക്ക് വണ്ടി പോണേ, അതാണ് റോഡ് കേട്ടോ. അപ്പോൾ അവിടെ പോയാണ് നിൽക്കുന്നത്. എന്നാലാണ് ചേച്ചിമാരൊക്കെ പണിക്ക് പോകുമ്പോഴും ഒക്കെ എന്നെ കാണുന്നത് കേട്ടോ. അങ്ങനെ അനിയനെ നോക്കി വന്നപ്പോഴത്തേക്കും ഈ ചെളി ഇങ്ങനെ കൂടുതലിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കൊടുത്തൊക്കെ മണ്ണ് വെട്ടിയിടുവാണേ. കാരണം നമ്മൾ ബൈക്കുമായിട്ട് ഇതിലെ പോകുമ്പോഴത്തേക്കും മിക്കപ്പോഴും നമ്മൾ വന്ന് ഈ കുഴിക്കകത്ത് ചാടും കേട്ടോ. കുഴിക്കകത്ത് വണ്ടിയായിട്ട് ചാടിയിട്ട് കയറിപ്പോകാൻ ഭയങ്കര പാടാണേ. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ വന്ന് അതിന് ശേഷം ചേട്ടൻ 2 പേരെ എടുത്തോണ്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയോട് ഓടി വന്ന് പറയുമായിരുന്നു അവിടെ ഒരു ചൂട്ട് വീണ് കിട്ടിയിട്ടുണ്ട്, വേഗം കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അമ്മ വേഗം വാക്കത്തി എടുക്കാൻ പോയതാണ് കേട്ടോ, ഓടി അങ്ങ് പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ ചൂട്ട്. നമുക്കാണെങ്കിൽ ഇവിടെ തീ കത്തിക്കാനൊന്നും ഇല്ല കേട്ടോ. ചൂട്ടൊക്കെ കിട്ടാൻ
വെട്ടാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വീണപ്പോഴത്തേക്കും അനിയനെ കൊണ്ട് എടുപ്പിച്ചതാണ്. അപ്പോൾ അത് അമ്മയാണെങ്കിൽ അതിൻ്റെ തുഞ്ചും ഇതൊക്കെ വെട്ടിയെടുക്കുവാണ് കേട്ടോ. തുഞ്ചോ എന്തൊക്കെയാ എനിക്കറിയില്ല, തുഞ്ചെന്നോ ഓലാന്നോ എങ്ങനെ അങ്ങോട്ടൊക്കെ പറയും. അതൊക്കെ വെട്ടിപ്പെറുക്കി എടുക്കുവാണ്. അങ്ങനെ നേരം ഏകദേശം ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തേ. അപ്പം ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ തെങ്ങിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല മുഴുത്ത തേങ്ങ ഉണ്ടാണ് തെങ്ങായിരുന്നേ. ഈ തെങ്ങ് ഒരുപാട് ഇതേപോലെ തന്നെ ഈ താഴെ കിടക്കുന്ന ഓല പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. നല്ല ഒരുപാട് നിറച്ച് ഓലയുള്ള ചൂട്ടും അതുപോലെ വലിയ തേങ്ങയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു തെങ്ങിൻ്റെ പരുവാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ മണ്ടരി പിടിച്ചെന്നൊക്കെ പറയും പോലെ എന്തോ ഒരു രോഗം വന്ന പോലത്തെ ഒരു അവസ്ഥ കേട്ടോ. ഞാൻ മേളിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അമ്മയാണ് ഇവിടെ ഇങ്ങനെ മുഞ്ഞും കുത്തി അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് അമ്മ തന്നെ പറയുമായിരുന്നു, ഞാനിപ്പോൾ വീണേനെ ഞാൻ മുഞ്ഞും കുത്തി അങ്ങ് പോയിന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് പറയുമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ മേളിലേക്ക് കാണിക്കാൻ പോയതുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞെന്ന് കേട്ടോ. അതിനുശേഷം രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിക്കുവാണേ. അമ്മയും ഒക്കെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഓരോരുത്തരോട് വർത്താനമൊക്കെ പറഞ്ഞ് ചേട്ടനോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പുറത്ത് അമ്പാടി ഇരിപ്പുണ്ട്. അമ്പാടിക്കും ഫുഡ് കൊടുത്തായിരുന്നു. അവനും ചോറ് കൊടുത്തു, കുഞ്ഞിക്കുട്ടനും ചോറൊക്കെ കൊടുത്തു. പിന്നെ ചേട്ടനും അനിയനും കഴിക്കാനുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കണില്ല. പിന്നെ അച്ഛൻ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. പിന്നെ അമ്മയും ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അമ്മയും വന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, നീ എന്താണ് കഴിക്കുന്നത്, അപ്പോൾ നീ ആദ്യമേ ചോറുണ്ടില്ലായിരുന്നോ? കാരണം ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇപ്പം നടന്നതായിട്ടൊക്കെയാണ് കേട്ടോ ഇരുന്ന് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എൻ്റെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട്, അനിയൻ ജോലിക്ക് പോയപ്പോഴത്തേക്കും അവരെൻ്റെ വീഡിയോസ് കാണുന്നതാണ് മുടങ്ങാണ്ട്. അപ്പം അനിയൻ ജോലിക്ക് പോയപ്പോഴത്തേക്കും അവിടുത്തെ ആ ആൾ, വീഡിയോ കാണുന്ന ആൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് അത് വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം എനിക്ക് ദൈവതുല്യരാണ് ഇവർ. എൻ്റെ ഈ അച്ഛനും അമ്മയും എൻ്റെ അനിയനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 കുഞ്ഞുങ്ങളും. ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയണേ, എല്ലാ ഇതും അവരുടെ ജീവൻ പണയം വെച്ച് വരെ അവരെന്നെ രക്ഷപ്പെടുത്തിയെടുത്താന്ന് തന്നെ പറയാം കേട്ടോ. എൻ്റെ അനിയനും ചേട്ടനും എല്ലാവരും. അപ്പം ഈ ഒരു ഫാമിലിനെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ രീതിക്ക് തന്നെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലിനെ കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അമ്മേനെക്കുറിച്ച് പറഞ്ഞതും കാരണം മറവി വന്നതുകൊണ്ട് അങ്ങനെ ഒരിത്. അപ്പം അതും ആ വീഡിയോ കണ്ടിട്ടും ചിലപ്പോൾ എൻ്റെ അനിയൻ പണിക്ക് പോകുമ്പോഴത്തേക്കും ആ ആൾ പറയുമായിരിക്കും, നിൻ്റെ അമ്മേനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞു, അവരിപ്പോൾ പറയുന്ന കാര്യം പിന്നെ പറയുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞു. ഒരിക്കലും അങ്ങനെ വെച്ച് പറഞ്ഞതല്ല, നമ്മൾ കുറ്റമായിട്ട് പറഞ്ഞതല്ല. അപ്പം അമ്മയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവുകയില്ല. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഇങ്ങനെ ചോദിക്കും. അത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കും അല്ലെ എന്നെ അറിയാവുന്നവർക്കും മനസ്സിലാക്കാം അതൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിലാണോ ഞാൻ സംസാരിച്ചത്. പക്ഷേ ചില ആളുകൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളൊരിക്കലും, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവരെത്രത്തോളം എൻ്റെ ജീവന് വേണ്ടിയിട്ട് എന്താ പറയണേ ഹെൽപ്പ് ചെയ്തവരാന്ന് എനിക്ക് മാത്രം അറിയാവുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ പോട്ടെ. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്പാടിക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനിയനാണെങ്കിൽ പുട്ട് കൊടുക്കുവാണ് കേട്ടോ അവിടെ ഇരുന്ന്. അങ്ങനെ കുഞ്ഞിക്കുട്ടനും ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ കുഞ്ഞിക്കുട്ടൻ കരച്ചിലായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം തിണ്ണേ പോയി നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.